അഭിനന്ദന ഇഹന തിരുമേനി, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? ഉഷാറാണോ? ചെറുതായിട്ടൊന്നും പെടുത്ത പോലെ ഉണ്ടല്ലോ. ഉറക്കരുതല്ലോ. പള്ളിയിൽ നിന്ന് നാം പറയുന്നത് ചെറുതായിട്ടല്ലേ? ആർക്കൊക്കെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്? എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കൊന്ന് മാറ്റാനായിട്ടേ ഒരു വേർഡ് നമുക്ക് പറയാം. ഒന്ന് ഹല്ലേലൂയ എന്ന് പറയുമോ? ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറയാമോ? ഓക്കേ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഈ രണ്ട് കൈ ഒന്ന് നോക്കിയിട്ട് ശരിക്കും സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഒന്ന് അടുത്തുള്ള ആൾക്ക് ഷെയ്ക്കാൻ എടുത്തിട്ട് ഹല്ലേലൂയ. റൈറ്റ് സൈഡിലുള്ള ആൾക്ക് ഷെയ്ക്കാൻ എടുത്തിട്ട് ഹല്ലേലൂയ പറയാമോ? ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്ക് ഷെയ്ക്കാൻ എടുത്തിട്ട് ഹല്ലേലൂയ പറയാമോ? ഒന്ന് ചെറുതായിട്ട് കുനിഞ്ഞിട്ട് ഒരു ഹല്ലേലൂയ പറയാമോ? ഒന്ന് നേരെ ഒരു ഹല്ലേലൂയ പറയാമോ? ഒന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ. അപ്പം എന്റെ പ്രിയപ്പെട്ട ഗൈസ്, അപ്പൊ നിങ്ങളിങ്ങനെ ഇവിടെ നോക്കുമ്പോ ഇതെന്ത് സാധനമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. സാധാരണ നിങ്ങൾ കാണുന്ന പോലത്തെ അച്ഛന്മാരുടെ ഉടുപ്പൊന്നല്ല. അല്ലല്ലോ, അല്ല. ഒരു കറുത്തൊരു ഉടുപ്പും, അരയില് വീട്ടിൽ പശുവുള്ളവരുണ്ടോ ഈ കൂട്ടത്തില്? അരയില് പശുവിനെ കെട്ടുന്ന പോലത്തെ ഒരു കയറും, പിന്നെ ഇങ്ങനെ വലിയ മന്ത്രവാദികളുടെ പോലത്തെ ഒരു തൊപ്പി, ഇങ്ങനെ ഇംഗ്ലീഷിൽ വേണ്ടി ഇങ്ങനെ അസാസിൻസ് കാണുന്ന പോലത്തെ വലിയ തൊപ്പി, അങ്ങനെയുള്ള ഒരു പ്രത്യേക വേഷമാണല്ലേ. ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയോ? ഓക്കെ, അത് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കി തരാം. ഞാൻ അന്നായിരിക്കുന്നത് കപ്പൂച്ചിൻ എന്ന് പറയുന്ന ഒരു സന്യാസ സഭയിലാണ്. നിങ്ങൾ കപ്പൂച്ചിൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ആദ്യം വരാൻ പോകുന്നത് കപ്പൂച്ചിൻ കൊരങ്ങന്റെ ചിത്രമായിരിക്കും. പക്ഷെ അതല്ല ഇത്. ഓക്കെ, കപ്പൂച്ചിൻ മങ്കീസ് എന്ന് പ്രത്യേക മങ്കീസ് ഉണ്ട്. കാരണം ആ കപ്പൂച്ചിൻ മങ്കീന്റെ ശരീരം കാണാൻ വേണ്ടിയിട്ട് കപ്പൂച്ചിൻ സന്യാസികളുടെ ഡ്രസ്സ് പോലെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കപ്പൂച്ചിൻ ആയിരിക്കും ആദ്യം കപ്പൂച്ചിൻ മങ്കീസ് ചെയ്തിരുന്നത്. പക്ഷേ കപ്പൂച്ചിൻ എന്ന് പറയുന്നത് 1200 വർഷം മുമ്പ്, 800 വർഷം മുമ്പ്, 1200കളില് ഇറ്റലിയിലെ അസീസി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സന്യാസ സഭയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്ത ഒരു മമ്മൂട്ടിയുടെ പ്രാചീന എന്ന സീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിലൊരു രൂപക്കൂട്ടി പ്രാഞ്ചി എന്ന് വിളിക്കുന്ന ഒരു പുണ്യാളൻ കണ്ടിട്ടുണ്ടോ? യെസ്, ദാറ്റ് ഈസ് അവർ പുണ്യാളൻ. 800 വർഷം അസീസിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ക്രിസ്തുവിനെ ഹൃദയം മുഴുവൻ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. ജീവിതം കൊണ്ട് സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാർഗത്തിൽ, അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ ഈശോയെ പിൻചെല്ലുന്ന ഒരു പറ്റം സന്യാസികളുടെ ഒരു സമൂഹമാണ് ഞങ്ങള് കപ്പൂച്ചിൻ അച്ഛന്മാര്. ഓക്കെ, അവസ്ഥിക്കാമോ? ഓക്കെ, അപ്പൊ ഇനിയുണ്ടല്ലോ, ഞാൻ ഒന്നെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ സ്കൂളിലൊക്കെ റെയിൻ ക്ലാപ്പ് അടിക്കാൻ പഠിച്ചിട്ടില്ലേ? അതുപോലെ കയ്യിലൊന്ന് അടിക്കണം. 1 എന്ന് പറയുമ്പോൾ ഒരു ഫിംഗർ കൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് പാമ്പിൽ അടിക്കണം. ഒന്ന് അടിച്ചോ. 1 അടിച്ചോ. അത് അടിച്ചുകൊണ്ടിരിക്കണം. 1 അടിച്ചോ. ഞാൻ പറയുന്നവരൊക്കെ അടിക്കണം. ഓക്കെ, അമ്മമാരെ അടിക്കണം, കുഴപ്പമില്ല. 2 എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വിരലുകളല്ല, 2 കൈ നന്നായിട്ട് അടിക്കണം. പറഞ്ഞിട്ടില്ല പറയാൻ പഠിച്ചാൽ ഈ കൈ അടിക്കുന്നത് ഭയങ്കര ശരീരത്തിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കൈയുടെ ഉള്ളിലൊക്കെ ഒത്തിരി നെർവ് എൻഡിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈ കൂട്ടി അടിക്കുമ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ എന്താ പറയാ, ഒന്ന് എനർജറ്റിക്കോ. അപ്പൊ നമ്മുടെ സെൻസസ് ഒക്കെ ഓപ്പൺ ആകും. നമുക്ക് നന്നായിട്ട് കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പൊ 2 1 2 ഇനി 3 എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്? എന്താ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ സാധനമാണ്. എന്താണ്? ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഓക്കെ, 3 2 1 2 3. ഇനി 4 എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് അറിയാമോ? നിങ്ങളുടെ അടുത്തുള്ള 2 വശത്തുള്ള ആൾക്കാരെ നോക്കിയിട്ട്
എങ്ങനെ? രണ്ട് സൈഡിലും പറയണം, രണ്ട് സൈഡിലും പറയണം. പിന്നെ അടുത്തുള്ളവർ ഇവിടുത്തെ ഗേൾസിന് നോക്കി പറഞ്ഞോ, ഗേൾസ് ഇങ്ങനെ അടുത്തുള്ളവർ ഇവിടുത്തെ ബോയ്സിന് നോക്കി പറഞ്ഞോ. ഓക്കെ, 4 3 2 3 1. ഈ 5 എന്ന് പറയുന്നത് എന്താ പറയുക? കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും. ഈ ഫാൻ കടന്ന് വെച്ച് മാത്രമേ ഇവിടെ കേൾക്കാൻ പാടുള്ളൂ. 5 5 4 3 2 and 1. ഓക്കെ, താങ്ക് യു. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഉഷാറായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നമുക്ക് പരിശുദ്ധാത്മാവിനൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ട്. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഹൃദയത്തെയൊക്കെ തുറക്കുന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, എനിക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും, എന്നോട് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തുറന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തിലേക്ക് എല്ലാവരും നടുവൊക്കെ നിലർത്തി കണ്ണടച്ച് രണ്ട് കൈ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം പാടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പതിയെ നമ്മുടെ കണ്ണുകൾ തുറക്കാം. നമുക്കൊരു കഥ കേട്ടാലോ? കഥ ഇഷ്ടമാണോ? ഈ കഥ നടക്കുന്നത് ഇവിടെയൊന്നും അല്ല. കഥ നടക്കുന്നത് ആൽപ്സ് പർവ്വതനിര കേട്ടിട്ടുണ്ടോ? ആൽപ്സ് പർവ്വതനിരയുടെ ചുവട്ടിലുള്ള ഗ്രാമത്തിലെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൽപ്സ് അല്ല, മൗണ്ട് എവറസ്റ്റ് ആണ്. രണ്ടാമത്തെ ആൽപ്സ് ആണെന്നാണ് എന്റെ അറിവ്. ശരിയല്ലേ? ശരിയല്ലേ? നമുക്ക് ഗൂഗിൾ ചെയ്ത അവസാനം നമുക്ക് അല്ലെങ്കിൽ ചാറ്റ് ചോദിച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ തൽക്കാലത്തേക്ക് ആൽപ്സ് ആണ്.
ഈ ആൽപ്സ് പർവ്വതനിരയുടെ താഴെ മനോഹരമായിട്ട് ഒരു ഗ്രാമമുണ്ട്. എന്തുണ്ട്? ഒരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിൽ ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ട കുറെ ആളുകൾ താമസിച്ചു. ആ ഗോത്രത്തിൽ ഒരു ഗോത്ര മൂപ്പരുണ്ട്. ഒപ്പം തന്നെ കുറെ ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള കുറെ ആളുകളുണ്ട്. ഈ വർഷത്തിന്റെ അവസാനം ഈ ഗോത്ര മൂപ്പൻ ഒരു മത്സരം നടത്തും. ഈ മത്സരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് അടുത്ത ഗോത്ര മൂപ്പനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗോത്ര മൂപ്പൻ എല്ലാവരും വിളിച്ചു കൂട്ടി. ഇങ്ങനെ ചെണ്ടയിൽ കൂട്ടിയിട്ട് ഗോത്ര മൂപ്പൻ എല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് ഗോത്ര മൂപ്പൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ വർഷത്തെ ആ മഹാമത്സരം അത് ആരംഭിക്കാൻ പോവാണ്. എനിക്കൊരു പിൻഗാമിയെ കണ്ടെത്തേണ്ട ദിവസം. നമുക്കറിയുന്ന പോലെ ഈ മത്സരത്തിന്റെ നിയമങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഗോത്രത്തിലെ, നമ്മുടെ ഗ്രാമത്തിലെ ഏറ്റവും ശക്തന്മാരായ 4 പേർക്കാണ്. ഇവർ ചെയ്യേണ്ടത് ഇതാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ കൈവിരല് ആ ആൽപ്സിന്റെ മുകളിലേക്ക് നീട്ടി കാണിച്ചു. എന്നിട്ട് അദ്ദേഹം തുടർന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആ ആൽപ്സ് പർവ്വതനിരയുടെ നെറുകയിലേക്ക് സഞ്ചരിക്കണം. നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതാണ് വരെ സമയമുണ്ടാകും. സൂര്യൻ അസ്തമിക്കും മുമ്പ് നിങ്ങൾ എവിടെ എത്തിയാലും നിങ്ങൾ തിരിച്ചെത്തണം. നിങ്ങൾ എവിടം വരെ എത്തി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അടയാളത്തോടെ കൊണ്ടുവരണം. നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിക്കാൻ സമയമുണ്ടാകും. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ആൽപ്സ് പർവ്വതനിരയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്തിയില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തണം. സൂര്യൻ അസ്തമിക്കും മുമ്പ് നിങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തണം. നിങ്ങൾ എവിടം വരെ യാത്ര ചെയ്തു എന്നതിന് നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ടാണ് നിങ്ങൾ മടങ്ങിയെത്തുന്നത്. ഇനി നിങ്ങൾ ആരാണ് ധൈര്യശാലികളായിട്ടുള്ളത്? ഇവിടെ ആരാണ് ധൈര്യശാലികളായിട്ടുള്ളത്? ധൈര്യമുള്ളവരുണ്ട്. ഓക്കെ, അടിപൊളി. ഇതുപോലെ അന്ന് മുമ്പ് ചോദിച്ചപ്പോഴും കുറെ ധൈര്യമുള്ള ആൾക്കാർ കൈമുക്കി. അങ്ങനെ 4 ധൈര്യശാലികളായിട്ട് യുവാക്കന്മാർ കടന്നു വന്നു. അപ്പൊ അവർക്ക് മൂപ്പൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് മൂപ്പൻ ഇവർ പറഞ്ഞു വിട്ടു. ഭയങ്കര ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് ഇവർ പോണ്ടത്. ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, ചിലപ്പോൾ തിരിച്ചു വരാതിരിക്കാം. അത്രയും ഇങ്ങനെ ഹിംസ്ര ജന്തുക്കളൊക്കെ ആനയും കടുവൊക്കെയുള്ള വഴികളാണ്. അപ്പൊ ഇങ്ങനെ കുടുംബക്കാരെ കൂടെ അവരെ യാത്രയാക്കി 4 പേര് യാത്ര തുടങ്ങി. എല്ലാവരും പേര് ഇങ്ങനെ യാത്ര പോകുന്നത് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ അവരെ കാഴ്ചയിൽ മറന്നു. പകൽ കടന്നുപോയി, ഉച്ചയായി, വൈകുന്നേരമായി, സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. അപ്പൊ ഇങ്ങനെ ഗോത്രമൂപ്പൻ ആൾക്കാരെ കൂടെ ഇങ്ങനെ നോക്കുകയാണ്, ആരാണ് കടന്നത്. ആരും ഇതുവരെ വന്നിട്ടില്ല. പോയി 4 പേര് തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ്, ആരാണ് ആദ്യം വരുന്നത്. അപ്പൊ അങ്ങ് ദൂരെ ഒരു മനുഷ്യൻ ഇങ്ങനെ മുമ്പാ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. അയാളിങ്ങനെ ഓടുന്നതിനിടയ്ക്ക് വീഴുന്നു. കൈ കാലൊക്കെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. ഇങ്ങനെ വിശന്ന് തളർന്ന് ദാഹിച്ച് വയ്യാണ്ടായി കിതച്ച് വന്ന് മൂപ്പനടുത്ത് നിന്ന് വീഴും. വേഗം മൂപ്പനിങ്ങനെ അയാളിങ്ങനെ സ്നേഹത്തോടെ പൊക്കിയെടുത്ത് ചേർത്ത്, മോനെ നീ തിരിച്ചു വന്നല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങളെ 4 പേരെ എനിക്ക് നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മോനെ നീ തിരിച്ചു വന്നല്ലോ. ആട്ടെ പറ, നീ എവിടെ വരെ പോയി? നീ ആൽപ്സിന്റെ നെറുക വരെ സഞ്ചരിച്ചോ? നീ ആൽപ്സിന്റെ മുകൾ ഭാഗത്ത് കയറിയോ? അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല മൂപ്പ, എനിക്ക് ആൽപ്സിന്റെ മുകളിൽ എത്താനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ നടന്ന് ഈ പുൽമേട് കഴിഞ്ഞു. ഈ പുൽമേട് കഴിഞ്ഞ വലിയ അരുവി അത് ഞാൻ നീന്തി കടന്നു. എന്നിട്ട് ഞാൻ ചെന്നെത്തിയത് ആൽപ്സിന്റെ താഴ്വരയിൽ മാത്രം കണ്ടുവരുന്ന സ്പ്രൂസ് മരങ്ങൾ നിൽക്കുന്ന ഒരു വലിയ കാട്ടിലാണ്. ഞാൻ ആ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയൊരു ചെന്നായ എന്നെ ആക്രമിച്ചു. ആ ചെന്നായുടെ ആക്രമണത്തിൽ നിന്ന് ചെന്നായെ വെടിവെച്ച് ഞാൻ ഓടി. പക്ഷെ എനിക്ക് വഴിതെറ്റി. ഞാൻ ആ സ്പ്രൂസ് മര കാടുകളിലൂടെ കുറെ നേരം ആയിരുന്നു. അപ്പോഴേക്കും സന്ധ്യ ആകാനായി.
എനിക്ക് തിരിച്ചു വരേണ്ടിയിരുന്നു. എനിക്ക് സ്പ്രൂസ് മരക്കാടുകൾ വരെ മാത്രമേ പോകാൻ സാധിച്ചുള്ളൂ. മൂപ്പൻ ചോദിച്ചു, നീ പോയതിന് എന്തെങ്കിലും തെളിവ് കൊണ്ടതുണ്ടോ? അവൻ അവൻ്റെ അരപ്പട്ടയിൽ നിന്ന് ഒരു ചില്ലെടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്നിട്ട് മൂപ്പനോട് പറഞ്ഞു, ഇതാ ഞാൻ സ്പ്രൂസ് മരക്കാടുകൾ വരെ പോയതിൻ്റെ തെളിവ്. മൂപ്പൻ അവനെ അഭിനന്ദിച്ചു, വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇനിയും 3 പേരും കൂടെ വരാനുണ്ട്. അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരെ മറ്റൊരുവൻ മുപ്പാ മുപ്പാ എന്നൊരു വലിയ നിലവിളി. അവനിങ്ങനെ ഓടിയും വീണും കിതച്ചും മുറിവേറ്റ് കഴുതെത്തി. അവൻ പറഞ്ഞു, ഞാൻ പച്ച പുൽമൈതാനം കഴിഞ്ഞു പോയി. ഞാൻ അരുവി നീന്തി കടന്നു, സ്പ്രൂസ് മരക്കാടുകൾക്കിടയിലൂടെ പോയി. പിന്നെ ഞാൻ ചെന്നെത്തിയത് കൂർത്ത കല്ലുകൾ നിറഞ്ഞ ആ ഇടവഴിയിലാണ്. ആ ഇടവഴിയിലേക്ക് എത്തിയപ്പോഴേക്കും സന്ധ്യയായി. എനിക്ക് തിരിച്ചു പോകാനായിട്ട് സമയമായിരുന്നു. ഞാൻ അവിടെ വരെ എത്തി എന്നതിന് ഞാൻ ആ കൂർത്ത വെള്ളാരക്കല്ലുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ആ വെള്ളാരക്കല്ലെടുത്ത് മൂപ്പനെ കാണിച്ചു. മൂപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. ഓ, നീ ഇതിനു മുമ്പ് പോയതിനേക്കാളും കൂടുതൽ സഞ്ചരിച്ചല്ലോ, അടിപൊളി. ഇനി 4ാമത്തെ ആളെ നമുക്ക് കാണാനുണ്ടല്ലേ? അവരെ ജീവനോടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? അപ്പൊ 3ാമത്തോ വരുന്നു. 3ാമത്തെ കയ്യിലൊക്കെ എന്തൊക്കെയോ മാന്തിയതുപോലുള്ള പാടുകളുണ്ട്. അവനിങ്ങനെ എഴഞ്ഞാണ് വന്നത്, നടക്കാൻ പോലും വയ്യ. മൂപ്പന്റെ അടുത്തെത്തിയപ്പോഴേക്കും അവന്റെ ബോധം ഏകദേശം പോയി. പക്ഷെ മൂപ്പൻ അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ സ്പ്രൂസ് മരക്കാട് കടന്നുപോയി, ഞാൻ വെള്ളാരക്കല്ലുകളുടെ താഴ്വരയിൽ കടന്നുപോയി. പിന്നെ ഞാൻ ചെന്നത് മഞ്ഞ് മൂടി കിടക്കുന്ന മലപ്രദേശത്താണ്. അവിടെ ഹിമക്കരടികൾ ഉണ്ടായിരുന്നു. ഹിമക്കരടികൾ വന്ന് എന്നെ മാന്തി പറിച്ചു, എന്നെ ആക്രമിച്ചു. ഞാൻ എന്റെ ജീവനെ കൊണ്ട് തിരിച്ചോടി വന്നതാണ് മുപ്പ. തെളിവിനായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇല്ല, എന്റെ കയ്യിലെ ഈ പാടുകൾ നോക്കും. എന്നിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കരടി മാന്തി പാടുകൾ കാണിച്ചു കൊടുത്തു. മൂപ്പൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. മകനെ, നീ ഇത്രയെങ്കിലും സഞ്ചരിച്ചല്ലോ, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇനി ഒരാൾ ബാക്കിയുണ്ടല്ലേ? സന്ധ്യയായി, സൂര്യൻ ഏകദേശം അസ്തമിച്ചു. ഇനി അവൻ വരില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ദൂരെ നിന്നൊരു നിലവിളി കേട്ടു, മൂപ്പാ. അവനവിടെ ആ നിലവിളി വിളിച്ചതിന് ശേഷം അവനവിടെ വീണു. കുറെ ആളുകൾ ചേർന്ന് അവനെ എടുത്തുകൊണ്ട് വന്നു. അവൻ പറഞ്ഞു, ഞാൻ മനോഹരമായ പുൽത്തരികിലൂടെ സഞ്ചരിച്ചു, അരുവി നീന്തിക്കടന്നു, വെള്ളാരങ്ങൾക്കിടയിലൂടെ പോയി, മഞ്ഞുകൂടിയ മലകളിലൂടെ സഞ്ചരിച്ചു. ഞാൻ ആംസിന്റെ നെറുകയിലെത്തി. ഞാൻ അവിടെ എത്തി. പക്ഷേ ഞാൻ തെളിവിനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്കിലും ഇനി ഞാൻ ബോർഡ് നിങ്ങൾക്ക് തരികയാണ്. എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ മലയുടെ മുകളിലെത്തി, ആംസിന്റെ നെറുകയിലെത്തി. ഞാൻ തെളിവിനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബട്ട് എങ്കിലും എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു. ഗോത്രമൂപ്പനാകുന്നോ? ഗോത്രമൂപ്പനാവാനാണ് സാധ്യത. ഇവനാണ് ഏറ്റവും കൂടുതൽ പോയത്. ഗോത്രമൂപ്പൻ ആവാനാണ് സാധ്യത. പക്ഷെ എങ്കിലും നമ്മുടെ ഈ സെന്റൻസ് ഒന്ന് പൂർത്തിയാക്കണം. അടുത്ത എന്താണ് മോന്റെ പേരെന്താ? വിശ്വാസം. മൂപ്പ, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ അവിടെ വരെ പോയതാണ്. വിശ്വാസം അതല്ല ഇല്ല. ഓക്കെ, വേറെ എന്തായിരിക്കും? അയാൾ കണ്ട കാഴ്ച എന്തായിരിക്കും? ഓക്കെ, ഈ മൂപ്പനായത് മലമുകളിലെത്തി ആ കാഴ്ചകളിലേക്ക് കണ്ടുകൊണ്ടാണ്. അയാൾ കണ്ട ആ കാഴ്ച മൂപ്പനോട് പറഞ്ഞിരിക്കും. അപ്പോൾ മൂപ്പൻ വിശ്വാസമായി കാണും. നല്ലൊരു ഉത്തരമാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടാക്കി? ഞാൻ തെളിവിനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്കിലും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുന്നത്?
ഓക്കെ, ഇവിടെ ഒരു മെഡിക്കൽ ഉത്തരം പറയാൻ റെഡിയാണ്, പറഞ്ഞോളൂ. എന്നാലും ഞാൻ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. ഞാൻ കണ്ട കാഴ്ച അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഞാൻ മലപ്പുറം കണ്ടത്. മനോഹരമായിട്ടുള്ള ഉത്തരമാണ്. വേറെ ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? ഇനി ആൻസേഴ്സ് എല്ലാ ഉത്തരവും ശരിയാണ്. ഇവിടെ ഒരു പിടി കൈ നോക്കിയിട്ടുണ്ട്. പറഞ്ഞു. വിശ്വാസം കൈവിടരുത്. മൂപ്പൻ എന്നെ വിശ്വസിക്കണം, അങ്ങനെയാണോ? മൂപ്പൻ എന്നെ വിശ്വസിക്കണം. ഓക്കെ, ഇത് നമ്മുടെ വിശ്വാസം അതിന്റെ എല്ലാം തന്നെയാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഓക്കെ, നമ്മുടെ സമയം അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാണ്. അയാൾ മൂപ്പനോട് പറഞ്ഞത് അയാൾ കണ്ട കാഴ്ച തന്നെയാണ്. അത് തന്നെയായിരുന്നു അയാളുടെ ഈ ചോദ്യത്തിൽ. എന്തായിരുന്നു ആൽസിനെ നൽകിയിരുന്ന അയാൾ കണ്ട ആ കാഴ്ച? അടുത്ത ഗ്രാമമാണോ? വേറെ മേഘം. മേഘം താഴെ കാണാം. വേറെ കാര്യങ്ങളുണ്ട്. ആൽപ്സിന്റെ മുകളിൽ എത്തിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നതാ? സൂര്യൻ അസ്തമിക്കുന്നത് മാത്രമല്ല, നടന്നു വന്ന വഴി മാത്രമല്ല, ആൽപ്സർവതയുടെ അപ്പുറത്ത് എന്താണ് കണ്ടത്? ഒരു പിടിക്കുകയും പറഞ്ഞു. മഞ്ഞ് പോകുന്ന വഴിയിൽ കണ്ടവരുണ്ടല്ലോ. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷികളെ കണ്ടു. പറയട്ടെ ഞാൻ ദൈവത്തെ കണ്ടെന്നോ? പറയട്ടെ ഞാൻ അയാൾ കണ്ടത് ആൽപ്സിന്റെ മുകളിൽ എത്തിയാൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ച അത് ഇതാണ്. മനോഹരമായ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന കടലാണ് അയാൾ കണ്ടത്. മനോഹരമായ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന കടലാണ് അയാൾ കണ്ടത്. ആ കടലിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതും അയാൾ കണ്ടു. കടൽ എന്തിന്റെ പ്രതീകമാണ്? കടൽ ആഴത്തെ സൂചിപ്പിക്കുന്നു, കടൽ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു, കടൽ ജീവനെ സൂചിപ്പിക്കുന്നു, കടൽ സാഹസികതയെ സൂചിപ്പിക്കുന്നു, കടൽ ദൈവത്തെ സൂചിപ്പിക്കുന്നു, കടൽ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ആഴവും അർത്ഥവും ആത്മാവും ജീവനും മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാനും കടൽ പോലെ വിശാലമായിട്ടുള്ള ഹൃദയമുള്ളവരായിട്ട് തീരാനൊക്കെ ആയിട്ടുള്ളവരാണ് ഈ ബാലസമാജത്തിലെ കുഞ്ഞുമക്കൾ, അല്ലേ? ആണോ? ആണെങ്കിൽ യെസ് പറഞ്ഞേ. ഓക്കെ, ഞാനിങ്ങനെ ബാലസമാജത്തിന്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ച സമയത്ത് എനിക്കൊരു 3 കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ? എന്തൊക്കെയാണ് നിങ്ങളുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്നുള്ളത്? യെസ്, പേപ്പർ നോക്കി വായിക്കാമോ? നിങ്ങളത് പറഞ്ഞേ, നോക്കാമെന്ന് പറഞ്ഞേ. ആരാധന, പഠനം, സുഹൃത്ത് ജീവിതം. ആരാധന പറഞ്ഞ എന്താണ്? വർഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം, അല്ലേ? രണ്ടാമത്തത് പഠനം, സ്റ്റഡി. മൂന്നാമത്തത് സുഗന്ധ ജീവിതം അല്ലെങ്കിൽ വിർച്വസ് ലൈഫ്, വിർച്വസ് ലിവിംഗ്. അപ്പം ആദ്യത്തേത് എന്താണ്? വർഷിപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്കിത് ഉത്തരം പറയും. ആർക്ക് പറയാൻ പറ്റും? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞു. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി മാത്രം. ഇങ്ങനെ ATM ഒക്കെ പോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ ഞെക്കുന്നു, നമുക്ക് കിട്ടുന്നു. പൈസ വേണം, നമ്മൾ പോയി ഞെക്കുന്നു, എടുക്കുന്നു. അങ്ങനെയാണോ? ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ഉത്തരമാണ്. പറഞ്ഞു. എങ്ങനെ നമ്മളെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞു. ദൈവത്തെ കൂടുതൽ അറിയാം. പിന്നെ വേറെ ഗേൾസിന്റെ ഭാഗത്ത് ഉത്തരവൊന്നുമില്ല. ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബോയ്സ് നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് ചാൻസ് ഇല്ല. ഗേൾസ് പറഞ്ഞു.
വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് നമ്മളോട് സ്നേഹം കൂടാൻ. ദൈവത്തിന് നമ്മളോട് സ്നേഹം കൂടാൻ വേണ്ടിയാണ്. സഭാപിതാവായിട്ടുള്ള ഗ്രിഗറി ഓഫ് നീസ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും ആത്മാവും ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാണ്. നമ്മുടെ ഹൃദയവും ആത്മാവും ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാണ് പ്രാർത്ഥന. എന്തിനാണ് നമ്മുടെ ഹൃദയവും ആത്മാവൊക്കെ ദൈവത്തിലേക്ക് ഉയർത്തുന്നത്? ദൈവത്തോട് ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ദൈവത്തോട് ഒന്നായിട്ടിരിക്കുന്നത്? അതിനുള്ള മനോഹരമായിട്ടുള്ള ഉത്തരം മറ്റൊരു സഭാപിതാവായിട്ടുള്ള വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: My soul is restless until it rests in you. എന്റെ ആത്മാവ് ദൈവമേ അങ്ങിലെത്തുവോളം അത് എന്താണ്? റെസ്റ്റ്ലെസ് ആണ്. നമുക്ക് ഒത്തിരി എന്റർടൈൻമെന്റ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ഈ ലോകത്തില്. നമുക്ക് സിനിമയുണ്ട്, മൊബൈലുണ്ട്, ഗെയിംസ് ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഫ്രീ ഫയർ ആണോ? ഫിഫയാണോ? ഏതൊക്കെ ഗെയിമിന്റെ പേരൊക്കെ പറഞ്ഞു ഞാൻ എല്ലാവരും കേട്ടിട്ടൊന്നുമില്ല. നമുക്ക് ഒത്തിരി എന്റർടൈൻമെന്റ്സ് ആയിരുന്നു, ഒത്തിരി കാര്യങ്ങൾ. ചിലർക്ക് സിനിമയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫുഡ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഗെയിമിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും, ചിലർക്ക് വോളിബോൾ ആയിരിക്കും ഇഷ്ടം. ചില ഗേൾസിനൊക്കെ കുറച്ച് മേക്കപ്പും ഹെയറിലെ കുടിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് എന്തെങ്കിലും ഡിസൈനിങ് ആയിരിക്കും ഇഷ്ടം. പക്ഷെ എന്തു ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം നമുക്ക് തരുന്ന സന്തോഷം, നമുക്ക് തരുന്ന സമാധാനം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന് മാത്രമാണ് പരിധിയില്ലാത്ത സമാധാനവും പരിധിയില്ലാത്ത സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ കപ്പൂച്ചി ബ്രദേഴ്സ് ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇടാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പാട്ടിന്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കമന്റ്സ് ആയിട്ട് വരും: നിങ്ങൾ എന്തിനാണ് അച്ഛനാൻ വേണ്ടി പോയത്? വേറെ വല്ല പണിക്ക് പോയിക്കൂടായിരുന്നു? എന്തിനാണ് അച്ഛനാൻ വേണ്ടി പോയത്? ശരിയാണ്, എന്തിനാണ് ഞങ്ങൾ അച്ഛനാൻ വേണ്ടി പോയത്? ശരിക്കും അച്ഛനാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആരും സന്യാസിയാൻ വേണ്ടി തീരുമാനിച്ചതാണല്ലോ. നീ കേൾക്കാൻ വേണ്ടിയാണോ പറയുന്നത്? ഇപ്പൊ സന്യാസികൾക്ക് 3 വ്രതങ്ങളുണ്ട്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. 3 വ്രതങ്ങളുണ്ട്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും പാടില്ല. അതായത് ബാങ്ക് അക്കൗണ്ടോ സ്വന്തമായിട്ട് സാലറിയോ സ്വന്തമായിട്ട് ഒത്തിരി പണം കയ്യിൽ വെക്കാനോ സ്വന്തമായിട്ട് സ്ഥലമോ അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അധികാരികൾ നമ്മളോട് പറയാണ്, ഇന്ന് നീ ഇവിടെയാണെങ്കിൽ എന്നോട് പറയാണ്, നാളെ നീ നിന്നെ കാസർഗോഡേക്ക് പോസ്റ്റ് ചെയ്തിരിക്കും, നാളെ നിന്നെ നൈജീരിയയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്നും പറയാണ്ട് പോണം. എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പോണം. സന്യാസിയാണോ? പോണം. 3ാമത്തെ കാര്യം എന്താണ്? ബ്രഹ്മചര്യം. അത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സ്വന്തമായിട്ട് അച്ഛൻ പറഞ്ഞാൽ 5 പിള്ളേർക്ക് പറ്റത്തില്ല, ഒരു കൊച്ചുപോലും പാടില്ല, വിവാഹമേ പാടില്ല. ഞാനിങ്ങനെ വെക്കേഷൻ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് കപ്പൂച്ചിക്കാർക്ക് വർഷത്തിൽ 2 ആഴ്ച മാത്രമേ വീട്ടിൽ നിൽക്കാനായിട്ട് പെർമിഷൻ ഉള്ളൂ. 2 ആഴ്ചയാണ് ഞങ്ങൾക്ക് വെക്കേഷൻ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വെക്കേഷന് പോകുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മുസ്ലിം ഫാമിലിയാണുള്ളത്. അപ്പൊ അവിടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മച്ചിയുണ്ട്. ഉമ്മച്ചിനെ ഞാൻ സ്നേഹത്തോടെ ചിരിക്കൊടുക്ക ഉമ്മ എന്ന് വിളിക്കും. അപ്പൊ ഈ ചിരിക്കൊടുക്ക ഉമ്മയോട് ഞാൻ ഇങ്ങനെ എന്റെ വിശേഷങ്ങളൊക്കെ പറയും, സെമിനാറിലെ കഥകളും കാര്യങ്ങളൊക്കെ പറയും. അപ്പം എല്ലാ തവണയും എല്ലാം പറഞ്ഞു വന്ന് അവസാനം ഉമ്മ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അപ്പൊ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല? ഇത് തന്നെയാണ് എല്ലാ വർഷവും ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല? ഞാൻ പറയും, ഉമ്മ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. അവിടെ ഒരു പ്രത്യേക സ്ലാങ് ആണ് സംസാരിക്കുക. അതെ, അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം ഈ 3 വ്രതങ്ങൾ അനുസരിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്തിനാണ്? ഒരു കുഞ്ഞി കാര്യം പറയാം. ഞാൻ പഠിക്കുന്ന കോട്ടയത്ത് കപ്പൂച്ചി വിദ്യാഭ്യാസം ഒരു സെമിനാരിയാണ്, തെരഞ്ഞെടുപ്പിനടുത്തുള്ള. അപ്പൊ ഞങ്ങളുടെ സെമിനാരിയിൽ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്, ഒരു ചാപ്പലുണ്ട്. അപ്പൊ രാത്രി ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി എല്ലാം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തീർന്ന് ഞങ്ങൾ ചിലപ്പോൾ പള്ളി പോയിരുന്നിട്ട് ആ സമയത്ത് പള്ളിയിൽ അധികം ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ നല്ലൊരു ക്രൂശിത രൂപമുണ്ട്. ആ ക്രൂശിത രൂപത്തിലേക്ക് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ ഒത്തിരി ബെഞ്ചുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഫുൾ ഇരുട്ടായിരിക്കും. ആ ക്രൂശിലേക്ക് മാത്രം ലൈറ്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. എന്നിട്ട് ഈ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു ബോധ്യമുണ്ട്:
കിടക്കുന്ന ഈശോയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ കുരിശിൽ കിടക്കുന്ന ആൾക്ക് എന്നെ പിടികിട്ടുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ഏറ്റവും വലിയ സങ്കടം ഇതാണ്. അതായത് നമ്മളെ ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മളെ ആർക്കും പിടികിട്ടുന്നില്ല. നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെടാറുണ്ട്. പക്ഷെ അപ്പോഴും ഈശോയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉറച്ച ബോധ്യം കിട്ടുകയാണ്, ഈ ഈശോയ്ക്ക് എന്നെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ചങ്ക് പോലെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ടാവും. ചിലപ്പോൾ ബോയ്സിന് ഗേൾ ഫ്രണ്ട്സ് കാണും, ഗേൾസിന് ബോയ് ഫ്രണ്ട്സ് കാണും. അവര് നിങ്ങളെ പൂർണ്ണമായിട്ട് 100% മനസ്സിലാക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരും, ആ സമയത്ത് നമ്മൾ തിരിച്ചറിയും ഇവർക്കൊന്നും നമ്മളെ പിടികിട്ടുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഒരു സമയം വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ ഈശോയ്ക്ക് മാത്രമേ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ആ ഈശോയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്ക് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊരു വലിയ ബോധ്യം ഓരോ ദിവസവും ഓരോ നിമിഷം അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഉൾക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും ഇങ്ങനെ വൃത്തങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതൊക്കെ. അപ്പൊ ഈശോയായിട്ടുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് എന്നെ ഇങ്ങനെ ഒരു സന്യാസിയായിട്ട് നിൽക്കാനും ജീവിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഒരു ചെറിയൊരു പാട്ട് ഓർമ്മ വരികയാണ്. നിങ്ങൾക്ക് അറിയാതെ എൻ്റെ കൂടെ പാടാം. എഞ്ചിനേക്കാളുള്ള പാട്ടുകളുണ്ടോ? ഉണ്ടോ?
ഞാനിങ്ങനെ ഒരു ചെറിയൊരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയമൊക്കെ നിങ്ങൾ കുറേ നേരം ഇരുന്ന് കൊണ്ടിരുന്നില്ലേ. നമ്മുടെ രണ്ടാമത്തെ മോട്ടോ എന്താണ്? ആദ്യത്തെ ആരാധനയാണ്, വർഷിപ്പാണ്. രണ്ടാമത്തെ എന്താണ്? പഠനം എന്നുള്ളതാണ്, സ്റ്റഡി എന്നുള്ളതാണ് അല്ലേ? ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റഡിയാണ്? സ്കൂളിൽ പഠിക്കുന്നതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? പിന്നെന്താണ്? പ്രധാനമായിട്ടും ബൈബിളാണ് അല്ലേ? ബൈബിൾ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാള് ഒരു ചൈനക്കാരനാണ്. ഈ ചൈനക്കാരന്റെ പേര് ബ്രദർ യുൻ എന്നാണ്. എന്താണ്? ബ്രദർ യുൻ. ഏകദേശം 50 വർഷം മുമ്പ് ചൈനയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ചൈനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1950കളിൽ ചൈനയിലെ കൾച്ചറൽ റെവല്യൂഷനൊക്കെ അരങ്ങേറുന്ന ഒരു സമയമാണ്. മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഭയങ്കര പീഡനങ്ങളൊക്കെ അരങ്ങേറുന്ന സമയമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടില്, മോളുടെ വീട്ടിൽ ഒരു ബൈബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഗവൺമെന്റ് അറിഞ്ഞെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരും കൂടെ ഗവൺമെന്റിൽ ഒഫീഷ്യൽസ് വന്നിട്ട്, പോലീസുകാർ വന്നിട്ട് നടു റോഡിലിട്ടിട്ട് തള്ളിച്ചടക്കും. ചിലപ്പോൾ നിങ്ങളെ കൊന്നു വരെ കളയും. അപ്പൊ ബൈബിൾ ഒരു കയ്യിലുള്ളത് ഒരു ക്രൈമായിട്ട് നിലനിന്നിരുന്ന ഒരു സമയത്ത് ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെ ഒരു സമയത്ത് ജീവിച്ച ആളാണ് ബ്രദർ യുൻ. അപ്പൊ ബ്രദർ യുൻ ബൈബിൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ബൈബിളിനെ കുറിച്ച്. പക്ഷെ ബ്രദർ യുന്നിന്റെ അമ്മ ഒരു നല്ല വിശ്വാസിയായിരുന്നു. ഈ അമ്മ ചെറുപ്പത്തിൽ ബൈബിൾ പഠിച്ചിട്ടുണ്ട്. ഈ അമ്മ യുന്നിന് പറഞ്ഞു കൊടുക്കും, ബൈബിൾ ഇങ്ങനെയാണ്, ബൈബിൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്, ബൈബിൾ ദൈവത്തിന്റെ വചനമാണുള്ളത്, ദൈവം മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ യുൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ബൈബിൾ വേണമെന്ന് പറഞ്ഞു. ബൈബിൾ ഒരു സ്വന്തമായിട്ട് ഒരു ബൈബിൾ എനിക്ക് വേണം, എനിക്ക് വായിക്കാൻ വേണ്ടി ഒരു ബൈബിൾ വേണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ബൈബിളിലാണ്, നമുക്ക് ഈ വേദന വിഷമം മനസ്സിലാവത്തില്ല. അപ്പൊ യുനിന് അത്രയും വിഷമമായിരുന്നു. അപ്പൊ യുനിന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു ബൈബിൾ വേണം, എനിക്ക് ബൈബിൾ വേണം, എനിക്ക് ബൈബിൾ വായിക്കണം, ബൈബിൾ കാണണം, ബൈബിൾ തൊടണം. നിസ്സഹായായിട്ടുള്ള അമ്മ അവരോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കും, ദൈവത്തിന് ബൈബിൾ തരും, നീ പ്രാർത്ഥിക്കും. അത്രേ ആ അമ്മയ്ക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റൂമിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്, എനിക്ക് ബൈബിൾ വേണം, ബൈബിൾ തരണം, ബൈബിൾ തരണം. കരയാനൊക്കെ തുടങ്ങി. അങ്ങനെ കരഞ്ഞാൽ ഞാൻ നൽകുകയുടെ ഓർമ്മ. ഏകദേശം 2 ആഴ്ചക്കാലം അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബൈബിൾ കിട്ടിയോ? ബൈബിൾ കിട്ടിയില്ല. അപ്പൊ അവൻ വിഷമിച്ച് വീടിന്റെ അടുത്തുള്ളൊരു അച്ഛനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ബൈബിൾ വേണം. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്കൊരു ബൈബിൾ കിട്ടിയില്ല. എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു എനിക്ക് ബൈബിൾ വേണം, ബൈബിൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ അച്ഛൻ പറഞ്ഞു, അപ്പൊ അച്ഛനും നിസ്സഹായനാണ്, അച്ഛൻ്റെ കയ്യിൽ ഒരു ബൈബിളൊന്നുമില്ല. അതാണ് ചൈനയുടെ സിറ്റുവേഷൻ വന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവന് ഒരു ഡോസ് കൊടുത്ത് ഇവനൊക്കെ പൊക്കോളെന്ന് വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പൊ വെറുതെ പ്രാർത്ഥിച്ചല്ലേ ഉള്ളൂ, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ചു, അപ്പൊ നിനക്ക് ബൈബിൾ കിട്ടുന്നത്. ഇവനത് ചെയ്യാൻ പോകുന്നില്ലെന്നാണ് അച്ഛൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? പിന്നീട് അങ്ങോട്ട് ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കും, രാവിലെ രാത്രി ഒന്നും കഴിക്കില്ല. അവൻ പ്രാർത്ഥിക്കുന്നില്ല. പഴയ കാര്യം ഞാൻ വിളിച്ചുള്ള പ്രാർത്ഥന ഉപവാസമാണ്. രാവിലെ രാത്രി വൈകുന്നേരമൊക്കെ, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കും. 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 30 ദിവസം കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു, 50 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 99ാമത്തെ ദിവസം. 99ാമത്തെ ദിവസം അന്ന് രാത്രി സാധാരണ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ തളർന്നു തുടങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എങ്ങനെയാണ്? ഇവനൊരു മലമുകളിലേക്ക് നടന്നു പോകും. ഈ കുഞ്ഞിക്ക് അവനിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഇവന് ഓപ്പോസിറ്റ് 3 പേര് നടന്നു വരികയാണ്. നടുക്ക് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വലതുവശത്ത് ഒരു യുവാവ്, ഇടതുവശത്ത് ഒരു യുവാവ്. അപ്പൊ യുദ്ധനെ കണ്ടപ്പോ ഇവര് 3 പേര് നിന്നു. ഇവരെ കണ്ട് യുദ്ധം നിന്നു. ആ നടുക്കുള്ള പ്രായമുള്ള മനുഷ്യൻ ഒരു വലിയൊരു വണ്ടി തള്ളിക്കൊണ്ടാണ് വരുന്നത്. ഈ വണ്ടി നിറയെ അപ്പം ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, വലതുവശത്തുള്ള ആ യുവാവോട് പറഞ്ഞു, ഈ വണ്ടിയിൽ ഒരു ചുവന്ന സഞ്ചി ഇരിപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോയി ആ യുദ്ധം എന്ന് പറയുന്ന ബാലന് കൊടുക്കാൻ പറഞ്ഞു. ആ യുവാവ് അദ്ദേഹത്തെ വണങ്ങിയിട്ട്
വണ്ടി പോയിട്ട് ചുവന്ന സഞ്ചി എടുത്തിട്ട് എന്ന് പറയുന്ന ആ ബാലൻ കൊണ്ടുകൊടുത്തു. അവൻ ആ സഞ്ചി തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ബൈബിൾ ഇരിക്കുന്നു. അവൻ സന്തോഷക്കാരൻ ഞെട്ടിയുള്ളത്. അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് ഇതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഒരു കഥയിൽ ഒരു മുട്ട് കേൾക്കുകയാണ്. ടക് 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 ആരോ വാതിലിൽ മുട്ട്. അവൻ അടുത്ത് കിടക്കുന്ന അപ്പനമ്മയെ വിളിച്ചിട്ടുണ്ട്. രാവിലെ 5 മണിയായിട്ടുള്ളൂ. അപ്പ അമ്മേ ആരോ പുറത്ത് മുട്ടുന്നുണ്ട്, വാതിൽ മുട്ടുന്നുണ്ട്, ഒന്ന് പോയി നോക്കുവോ? പപ്പൻ ചെന്നിട്ട് വാതിലിങ്ങനെ പതിയെ തുറന്നു നോക്കിയപ്പോൾ ഒരു യുവാവാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചുവന്ന സഞ്ചി ഉണ്ടായിരുന്നു. ആ ചുവന്ന സഞ്ചി യൂണിന്റെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ആ യുവാവ് പറഞ്ഞു, ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള പാസ്റ്റർ മാത്യു അടുത്ത ഗ്രാമത്തിലെ ഒരു ഗുരുവാണ്. അദ്ദേഹം ഇന്ന് രാവിലെ മരിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു, അടുത്ത ഗ്രാമത്തിൽ യുനെന്ന് പറയുന്ന ഒരു ബാലനുണ്ട്, അവന് കൊണ്ടുപോയിട്ട് ഈ ഒരു ബൈബിൾ സമ്മാനിക്കണമെന്നുള്ളത്. അങ്ങനെ ഈ ബൈബിൾ യുനിന് നൽകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പിന്നീട് അങ്ങോട്ട് യുന ബൈബിൾ വായിച്ച് പഠിച്ച് ചൈനയിലൊക്കെ ഒത്തിരി പേരെ ക്രിസ്ത്യാനികളാക്കിയ ചരിത്രമൊക്കെ നമ്മുടെ ചരിത്ര പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ദ ഹെവൻലി മാൻ എന്ന പേരിൽ യുനിന്റെ കഥ ഒരു പുസ്തകമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിളിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടിയൊക്കെ ഇത്രമാത്രം ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുന്ന ഒരു പയ്യനെയാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്. നമുക്കൊക്കെ ബൈബിളിനോട് ഇത്രമാത്രം ഇഷ്ടമുണ്ടോ? ഇത്രമാത്രം സ്നേഹമുണ്ടോ? വചനം വായിക്കാൻ താല്പര്യമുണ്ടോ? എവിടെ നിന്നല്ലേ? അത് വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് വചനത്തോട്, ദൈവവചനത്തോട് ഒരു ആഭിമുഖ്യം സ്നേഹമൊക്കെ വരുള്ളൂ. വചനത്തെ കുറിച്ച് ഇങ്ങനെയാ പറയാം, വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇബ്രാഹിം നമ്മൾ വായിക്കുന്നതാണ്. വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് പറയുന്നത്. ഇരുതല വാൾ എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ ഒരു വാളുണ്ടോ? അതിന്റെ 2 സൈഡും ഷാർപ്പ്നെസ് ഉള്ള വാളാണ്. സാധാരണ വാൾ എങ്ങനെയാണ്? ഒരു സൈഡിൽ പിടിയായിരിക്കും, ഒരു സൈഡിൽ നല്ല മൂർച്ചയില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുറിക്കുക. പക്ഷെ ഇരുതല വാൾ എന്ന് വെച്ചാൽ 2 സൈഡിലും മൂർച്ചയുള്ള സൈഡാണ്. എവിടെ പിടിച്ചാലും കൈ മുറിക്കും. അതായത് വചനം പറയുന്നവനെ വചനം മുറിക്കും, വചനം കൊള്ളുന്നവനെ, അത് ആരാണ് കേൾക്കുന്നത് അവനെയും വചനം മുറിക്കും. വചനത്തിൽ ഹൃദയത്തിലേക്ക് കയറാനായിട്ടുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. അപ്പൊ മകളെ, നിങ്ങൾ ബാലസമാജത്തിന് അംഗങ്ങളായിരിക്കുന്ന സമയത്ത് ദൈവവചനത്തോടുള്ള പ്രത്യേക ഒരു സ്നേഹവും ആഭിമുഖ്യമൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ദിവസത്തിൽ അല്പനേരം ഒരു 15 മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കാനായിട്ട്, സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ലൈഫിൽ വരുന്ന ട്രമൻഡസ് ആയിട്ട് ചേഞ്ച്, മാറ്റം നമ്മൾ അനുഭവിച്ചറിയും, നമ്മൾ തിരിച്ചറിയും. അപ്പൊ വചനത്തോടുള്ള ഒരു വലിയ സ്നേഹത്തിൽ, ആർജവത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനമായിട്ട് നമുക്കൊരു കുഞ്ഞി പാട്ട് ഒരുമിച്ചൊന്ന് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പാട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ പറയാന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കുറെ പേര് കേട്ടില്ല, കുറെ പേര് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം പാട്ട്. ബ്രദർ പാടി തരുമ്പോൾ നീച്ച് പാടാം. സിംഗിൾ ആയിട്ട് സോങ്ങാണ്. നീച്ച് പറയാമോ? അവർക്ക് പാടാമോ? ഓക്കെ. ഓക്കെ, ബ്രദർ പാടുന്നതിന്റെ കൂടെ ഞാൻ പാടിത്തരും, നിങ്ങളേക്ക് പാടാം. ഓക്കെ, റെഡി? റെഡിയാണോ? ആണെങ്കിൽ യെസ് പറയാമോ? Are you ready? Are you really ready? Okay. ഇതായിരിക്കാം.
സ്നേഹമെന്നെ മാറ്റി മറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു പൊഴിയാടി അപ്പന്റെ സ്നേഹമെന്നെ മാറ്റി മറിച്ചു. നമ്മളെന്താ പറയാ? എന്തായിപ്പോ ചെയ്യാ ഹൃദയത്തിലാകെ എന്നാ പറയാതെ കണ്ണിരിക്കോ ദോഷം ആണിമൊത്തം ദോഷം ഉള്ളിയെല്ലാം ദോഷമായിരുന്നേ യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപന്ന ശേഷം മാറിപ്പോയി. കണ്ണിരിക്കോ ദോഷം ആണിമൊത്തം ദോഷം ഉള്ളിയെല്ലാം ദോഷമായിരുന്നേ യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപന്ന ശേഷം മാറിപ്പോയി. യേശുവിനെ കണ്ടു തന്റെ ചങ്കു തന്നു ചോറ് കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. യേശുവിനെ കണ്ടു തന്റെ ചങ്കു തന്നു ചോറ് കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാടി അപ്പന്റെ സ്നേഹമെന്നെ മാറ്റി മറിച്ചു. എങ്ങനെ? ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാടി അപ്പന്റെ സ്നേഹമെന്നെ മാറ്റി. എന്താ പറയാ എന്നായിപ്പോ ചെയ്യാ ഹൃദയത്തിലാകെ എന്നാ പറയാ